ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേന് എല്ലാം തീരുമായിരിക്കും അല്ലേ? ഒരുമാതിരിയൊക്കെ തീരുമാനേ. 7 മണി വരെ കാണും. ബീഫിന് എന്തൊക്കെയാ ചേർക്കുന്നത്? ബീഫിന് ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിലയും വെളുത്തുള്ളിയും. എത്ര മണിക്കൂർ ഈ അടുപ്പിലിരുന്ന് വിറകടുപ്പിലിരുന്ന് വേവും? ഇത് എപ്പോഴും ചൂടായിട്ട് തന്നെ നടക്കും മോനെ. തീ വിത്ത് കഴിയുമ്പോഴേ അതിലൊക്കെ സമയം നോക്കിയിട്ടില്ല. എപ്പോഴും ചൂടായി കിടക്കും ഈ വിറകടുപ്പ് തൊട്ട് തീ അണയുമ്പോ എന്തെങ്കിലും വിറവ് വെച്ച് കൊടുക്കും. അതില് ഈ വിറകടുപ്പാകുമ്പോ അതിന് പ്രത്യേക ടേസ്റ്റാ അല്ലേ? പിന്നെ ഇവിടെ ഗ്യാസിലൊക്കെ വെച്ചാലേ വെത്തളിച്ച് കുറച്ച് പോവുകയില്ലേ, ഇതൊക്കെ ഇത് പോത്തില്ലല്ലേ. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് വയസ്സൊക്കെ പറഞ്ഞ 74 വയസ്സായി. അതെ, 74 വയസ്സായി. 74 വയസ്സിലും ഈ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതാ. 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വൈകിട്ട് 6 മണി 7, 7:30 ആവും വീട്ടിൽ ചെല്ലുമ്പോ. പിന്നെ ആഹാരം കഴിച്ച് ചെന്നൊക്കെ കിടക്കുക. അമ്മ സ്ഥിരം ഈ കപ്പയും ബീഫും കഴിക്കുന്നത്? ഞാൻ കഴിക്കത്തില്ല. രണ്ടും ഉപ്പൊന്നും നോക്കത്തില്ല. ഞാൻ ബാട്ടിറച്ചി കൂട്ടത്തില്ല. കോഴിയിറച്ചി കൂട്ടുമായിരുന്നു. ഇപ്പൊ കോഴിയിറച്ചിയും വേണ്ട, മീൻകറിയും വേണ്ട, എല്ലാം വെറുത്ത് വരുവാ. ഞങ്ങളുടെ കുടുംബത്തൊക്കെ ആരും ഇത് കഴിക്കുന്നവരല്ലായിരുന്നു പണ്ടത്തെ കാലത്തെ. എന്റെ അച്ഛനും അമ്മയും ഒന്നും കഴിച്ചിട്ടില്ല. പണ്ട് പോലെ കഴിച്ചിട്ടില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. ഇല്ല, നമ്മളിത് തയ്യാറാക്കി കൊടുക്കും. അത് ഉപ്പും എല്ലാം ഞാൻ പരുവത്തിലിട്ട് പാചകം ചെയ്ത് കൊടുക്കും. ഇതിൽ ഉപ്പുണ്ടോന്നൊക്കെ അതൊക്കെ ഒരു പരുവത്തില് എടുക്കുമ്പോ അറിയാൻ പറ്റും. ഇതുവരെ രുചിച്ചു നോക്കിയിട്ടില്ല, എന്നാലും കറക്റ്റ് ഉപ്പ് പാകത്തിന് ചെയ്യും. അച്ഛൻ ഉപ്പ് നോക്കുവോ? അച്ഛനും മക്കളും എല്ലാം കഴിക്കും, കൊച്ചുമക്കളും. പക്ഷെ അതൊരു കണക്കാ, അതൊരു കൈപണി, ഒരു കണക്കാ. കണക്കര സാധനങ്ങള് നമ്മൾ ചേർക്കത്തില്ല. ഉപ്പ് മാത്രമല്ലല്ലോ, അതിനകത്ത് മുളകും മല്ലിപ്പൊടി മസാലയും അതെല്ലാം ഒരു കണക്കുണ്ട്. ഒറ്റ വെപ്പാണോ നമ്മുടെ ഇറച്ചി വെക്കുന്നത്? അതേ ഉള്ളൂ. ഇന്ന് ഇത്ര വെക്കുന്നുള്ളൂ. കട അടവൊക്കെ അറിയാൻ പറ്റുമോ? ഓരോരുത്തന്മാര് വന്ന് ചെയ്താൽ അറിയത്തില്ലല്ലോ. സത്യമാക്കളെ, അതൊക്കെ ഭയം നമ്മക്ക് കേട്ടോ. പണ്ടത്തെ കാലമല്ല. ബീഫ് മാത്രമാണെങ്കിൽ എത്ര രൂപ? 100 രൂപ. 100 രൂപ. കപ്പയ്ക്ക്? കപ്പ 40 രൂപ. 10 രൂപ ഏത്തയ്ക്കപ്പം. ഈ ഏത്തയ്ക്കപ്പം ബീഫും കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ? വരുന്നവര് എല്ലാരും ഒന്ന് കപ്പ വാങ്ങിക്കാതെ ഈ 2-3 ഏത്തയ്ക്കപ്പം വാങ്ങിച്ച് കഴിച്ചിട്ടാകും. അതൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അതൊന്ന് പറയാ, നമ്മള് കഴിച്ചിട്ടില്ല. നല്ല പഞ്ഞി പോലെ പൊടിഞ്ഞു വരുന്ന ആദ്യം അത് തന്നെ.